അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا ولقد يسرنا القرآن للذكر فهل من مدكر كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. പ്രിയപ്പെട്ട മക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെയേറെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ അല്പകാര്യങ്ങൾ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ പ്രസംഗിക്കേണ്ട ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഖുർആനുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു രൂപം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കുറേ ആയത്തുകൾ ഞാൻ ഈ വിഷയകമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതൊക്കെ ജസ്റ്റ് തുടക്കം ഇങ്ങനെ നോട്ട് ചെയ്താൽ മതി. അപ്പം ഇൻഷാ അല്ലാഹ് ഖുർആൻ ആകുന്നൊരു വിഷയം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഫ്രെയിം ഇൻഷാ അല്ലാഹ് സംസാരത്തിൽ കിട്ടും. നിങ്ങളൊക്കെ അതുപോലെ പ്രസംഗിക്കേണ്ട ആളുകളാണ്. ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്നൊരു കാലത്ത് എനിക്കറിയാം, കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ പ്രിലി മുതൽ ഖുത്ബ തുടങ്ങിയിട്ടുണ്ട്. പ്രിലി പറഞ്ഞാൽ എൻട്രൻസ് കഴിഞ്ഞിട്ട് പ്രിലി, രണ്ടാമത്തെ വർഷം മുതൽ. എൻട്രൻസ് കഴിഞ്ഞതിന് ശേഷം പ്രിലി മുതൽ ഞാൻ ഖുത്ബ തുടങ്ങിയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ കാണിച്ചിരുന്നത് എന്താണോ, എവിടെ വല്ല പ്രസംഗം ഉണ്ടെങ്കിൽ A to Z എഴുതിയെടുക്കും. മലയാളം എഴുതിയെടുക്കും, തുടക്കം മുതൽ എഴുതിയെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു വിഷയം ഉണ്ടാക്കും. പരിസരങ്ങളിലൊക്കെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പല ഉസ്താദന്മാരെ, അതിനൊക്കെ പോകും. എന്നിട്ട് ഞാൻ പ്രസംഗം കംപ്ലീറ്റ് എഴുതിയെടുക്കും, എല്ലാം എഴുതിയെടുക്കും. അതിന് എത്ര നോട്ട് പുസ്തകമാണെന്നോ, അത് പറയണതൊക്കെ കുറേ പറയണത് എഴുതാൻ സാധിക്കും, ചിലത് എഴുതാൻ സാധിക്കില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടികളും ആ രൂപത്തിൽ ചെയ്യണം. ഈ പഠിക്കുന്ന സമയത്തുള്ള കഠിനാധ്വാനാണ് നമുക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. കിട്ടുന്ന ആയത്തുകളൊക്കെ കാണാൻ പഠിക്കുക. കുറേ കുട്ടികൾ ഈ കൂട്ടത്തിൽ ഹാഫിലിങ്ങളുണ്ട്. അതുപോലെ തന്നെ പദ്യം കിട്ടി അത് കാണാതെ പഠിക്കുക, ഹദീസുകൾ കാണാതെ പഠിക്കുക. പിന്നെ ഓരോരോ വിഷയത്തിനും പിന്നെന്താണോ, ആരുടെങ്കിലും ഒരു പ്രസംഗം നമുക്ക് കോപ്പി അടിക്കാൻ സാധിക്കൂല. ഹുസൈൻ പ്രസംഗം കേട്ട് അങ്ങനെ തന്നെ നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കൂല. അതിന് പോയിന്റ് നമുക്ക് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് റൂട്ട് ഉണ്ടാവണം, നിങ്ങൾക്ക് പ്രസംഗത്തിന് റൂട്ട് ഉണ്ടാകണം. ഇപ്പോൾ വെള്ളിയാഴ്ച ഖുത്ബക്ക് റൗളത്തുൽ ഖുത്ബാ എന്ന് പറഞ്ഞൊരു ഖുത്ബാ ഗ്രൂപ്പുണ്ട്. പിന്നെ കൻസുൽ ഖത്തീബ് പറഞ്ഞൊരു ഖുത്ബ ഗ്രൂപ്പുണ്ട്. അതിൽ വരുന്നൊരു ഖുത്ബയൊന്നും ഖുത്ബ പറയാൻ പറ്റൂല. അതിൽ വരുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതിലെല്ലാ വെള്ളിയാഴ്ച ഓരോ വിഷയം വരും. ആ വിഷയം ആ ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് ഖുത്ബ പറയാൻ സാധിക്കും. അതുപോലെ കുറേ കിതാബ് എന്നുള്ള ഉദ്ധരണികൾ എടുത്തിടുക ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഖുത്ബ നടത്തി എന്നുള്ള റാഹത്ത് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കുത്തിക്കുറിച്ച് അതിന് പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാം, പോയിന്റ് നമുക്ക് പറ്റുന്നിടത്തോളം എടുക്കാം. അതല്ലാത്ത നമ്മൾ തന്നെ ഒരു ഫ്രെയിം ഉണ്ടാക്കണം. അതിപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ എന്തൊരു വിഷയം, ഓരോരോ വിഷയങ്ങൾക്ക് ഹെഡിങ് ഇടും. ഇപ്പോൾ ഖുർആൻ, അല്ലെങ്കിൽ തസ്കിയത്ത്, അല്ലെങ്കിൽ പരലോകം, അല്ലെങ്കിൽ ഖബർ ശിക്ഷ, അല്ലെങ്കിൽ സ്ത്രീ ഇസ്ലാമിൽ, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുക. ഇങ്ങോട്ട് കിട്ടുന്ന പോയിന്റ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യണം. ഞാൻ പറയണത് വെച്ചാൽ നിങ്ങൾ വളർന്നു വരുന്ന നമ്മളെ ഈ ദാറുൽ ഖുർആന്റെ അസറ്റാണ് നിങ്ങൾ. അതുകൊണ്ട് ആ നിലക്കിൻ്റെ മക്കൾ ഉയർന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നല്ലോണം പ്രാർത്ഥിക്കണം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്തുമായി ഇറങ്ങി തിരിച്ചപ്പോൾ ആ മഹാനുഭവൻ പ്രാർത്ഥിക്കാണ്, നാവിൻ്റെ കെട്ടിക്കുടുക്കൽ നിറപ്പേന്ന് എനിക്ക് രക്ഷ കൊണ്ട. എന്താ, വാചാലമായി സ്ഫുടമായി കൃത്യമായി സംസാരിക്കാനുള്ള തൗഫീഖ് കൊണ്ടാണ്. അത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മളെ നിസ്കാരശേഷ പ്രാർത്ഥനകളൊക്കെ പ്രശ്നനെ എനിക്ക് ദീന് കൂടുതൽ പഠിക്കാനും പഠിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിൽ സംസാരിക്കാനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രസംഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണെന്നും, ഞാൻ പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തക്ക വിധത്തിലാണ്. അതാണ് യഫ്ഖഹു ഖൗലി എന്നാണ്.
ഇങ്ങനെ ഭൂമിയിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനൊന്നും തട്ടാത്ത രൂപത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇൻഷാ അല്ലാ ആ നിലക്കൊക്കെ എൻ്റെ മക്കൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഇങ്ങനെ ഓടിച്ചു പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വെളിച്ചമായി മാർഗദർശനമായി കാരുണ്യമായി അള്ളാഹു ഈ ലോകത്തേക്ക് ഇറക്കി തന്ന മഹൽ ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനെ പറ്റി ഖുർആൻ ഉപയോഗിച്ച വാക്കുകൾ എന്നൊക്കെ ഒന്ന് ഹുദയാണ്, ഹുദൽ ലിന്നാസി, ഒന്ന് ശിഫയാണ്, ഒന്ന് റഹ്മത്താണ്. അതാണ് കാരുണ്യമായി റഹ്മത്താണ്, ഹുദയായി വെളിച്ചമാണ്, വഴികാട്ടി എന്ന് പറഞ്ഞതിനും ഹുദയാണ്. ശിഫയാണ് ശമനം. തേന് ശിഫ എന്ന് ഖുർആൻ പറഞ്ഞുവെങ്കിൽ അതേ രൂപത്തിൽ ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കാണ് ഖുർആൻ ശിഫാ ഉൽ ലിന്നാസി. ഞാൻ ഓതുന്ന ആയത്തിന്റെ നമ്പറിന്റെ മനസ്സിൽ ഓർമ്മല്ല, ഇന്ന സൂറത്തിലാന്നൊക്കെ ചിലപ്പോൾ എനിക്കറിയും, എങ്കിൽ ജസ്റ്റ് തലക്കങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല കേട്ടോ. യാ അയ്യുഹന്നാസ് മനുഷ്യരെ ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫ. അവിടെ ശിഫ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ ശിഫയാണ്. എന്ത് ശിഫ? എല്ലാ മാനസിക രോഗങ്ങളും പരിഹരിക്കപ്പെടും. എന്നാ രോഗത്തിന് മരുന്നെന്ന നിലക്ക് കലക്കി കുടിക്കല്ല. നമ്മളെ കൗമിൽപ്പെട്ട ചില ആളുകൾ കലക്കി കുടിക്കുക ചെയ്യുന്നത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക അസുഖങ്ങളും മക്കളെ ശരീരത്തിലല്ല, മനസ്സിലാണ്. മനസ്സിന്റെ രോഗമാണ് ശാരീരികമായ രോഗമായി പല രൂപത്തിലും പരിണമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ശിഫയാണ്, ഹുദയാണ്, റഹ്മത്താണ്. അള്ളാന്റെ കാരുണ്യമാണ് പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ റഹ്മത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സ് പോകേണ്ട എവിടുക്ക? മഴ കാരുണ്യാണ്, അള്ളാന്റെ കാരുണ്യാണ് മഴ. ആ മഴ ഭൂമിയിൽ പെയ്തിറങ്ങാതിരുന്നാൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കാണ് അല്ലേ? വറ്റി വരണ്ട് വിണ്ട് കീറി കിടക്കുന്ന ഒരു പ്രതലത്തിൽ വെള്ളം കിട്ടാതിരുന്നാളുടെ അവസ്ഥ എന്താ? അതുപോലെ തന്നെ ഊഷരമായി കിടക്കുന്ന നമ്മുടെ മനസ്സിൽ ഈ ഖുർആനാകുന്ന മഴ പെയ്തിറങ്ങണം. അതിന് അള്ളാഹു ആന ലോകത്ത് നിന്ന് ലൗഹുൽ മഹ്ഫൂദിൽ ലോകത്തേക്ക് ഈ ഗ്രന്ഥത്തെ അള്ളാഹു ഇറക്കി തന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് ഖുർആൻ. പക്ഷേ ഈ ഇരിക്കണ എനിക്കും നിങ്ങൾക്ക് ഈ ഖുർആൻ ഇതൊക്കെ ആയിട്ടുണ്ടോ എന്ന് ആലോചിക്കും. നമുക്ക് വഴികാട്ടിയായിട്ടുണ്ടോ? നമുക്ക് അതുപോലെ തന്നെ ഖുർആനെ പറ്റി ഉപയോഗിച്ച മറ്റൊരു വാക്ക് നൂറ് എന്നാണ്. ഏതാ സൂറത്ത്? സൂറത്ത് തഗാബുൻ. വഫഅമിനു ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദി അൻസൽന. വെളിച്ചം എന്ന് ഖുർആൻ ഉപയോഗിച്ച നൂർ. ഈ നൂറിനെ പിന്തുടർന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആൻ നൂറാണ്. അപ്പൊ ഈ ഒരു മഹൽ ഗ്രന്ഥം ഈ ഇരിക്കണ മക്കളെല്ലാവരും ആലോചിക്കും, നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ എന്ന നിലക്ക് ഞാൻ ഈ പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ ഹൃദയസ്ഥാനത്തോടെ കേൾക്കി. നമ്മളെ ജീവിതത്തിൽ എത്രമാത്രം ഈ ഖുർആൻ സ്വാധീനിച്ചിട്ടുണ്ട്? പരിശുദ്ധ ഖുർആൻ 114 അധ്യായം ഉണ്ടല്ലേ? 6236 ആയത്തുള്ളത്. 6666 എന്ന് ഭംഗിക്ക് വേണ്ടി പറയണേ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എണ്ണി നോക്കിക്കൊണ്ടു. 6236 ആയത്താ ഖുർആനുള്ളത്. ഈ പരിശുദ്ധ വചനങ്ങൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? ഓരോരുത്തരും ആലോചിക്കുക, എത്ര ആയത്തുകൾ നമുക്ക് ബൈ ഹാർട്ടായിട്ടുണ്ട്, എത്ര ജുസ് നമ്മുടേതായിട്ടുണ്ട്. എന്നാ ഖുർആന്റെ ആദ്യാവസാനം നമുക്ക് കാണാതെ അറിയോന്ന് ആലോചിക്കും. അതിലുപരി അർത്ഥം അറിയോന്ന് ആലോചിക്കും. പരിശുദ്ധ ഖുർആനിലെ ഏത് ആയത്ത് കേട്ടാലും നമുക്ക് അർത്ഥം അറിയുന്നൊരവസ്ഥ ഉണ്ടെങ്കിലോ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ ആ നിലക്ക് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കും. പിന്നെ മക്കളെ, ഏതെങ്കിലും ഒരായത്ത് ഞാൻ പറയട്ടെ, ഈ ഇരിക്കണ നിങ്ങളോട് എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചൊരായത്താണെന്ന് പറയാൻ പറ്റുന്ന ആയത്ത് ഈ ഇരിക്കണ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഞാൻ ആ തെറ്റ് ചെയ്തിരുന്ന ആളായിരുന്നു, ആ തെറ്റ് ഞാൻ ഒഴിവാക്കിയത് അള്ളാൻ എനിക്ക് ഖുർആനിലെ ഇന്ന ആയത്ത് കൊണ്ട് ബോധ്യപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ റബ്ബിനെ ബോധ്യപ്പെടാനാ ഖുർആൻ. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്നും കൈകാര്യകർത്താവ് അവനാണെന്നും അവന്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നതെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ മഹൽ ഗ്രന്ഥാണ്. അപ്പൊ ഖുർആൻ ഇന്ന ആയത്ത് അള്ളാൻ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നു. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറബി കോളേജിൽ പഠനകാലത്ത് ഈ ഖുർആനുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കും. നമുക്കങ്ങനെ സാധിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇസ്ലാമിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ദീനിലേക്ക് വന്ന മനുഷ്യന്മാരെ പറ്റി നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഓല് ചില ഖുർആന്റെ വചനങ്ങളാണ് ഓല മാറ്റിയത് അല്ലേ? ഇന്ന ആയത്ത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് എന്ന് പറയുന്ന ആളുകളെ കാണാൻ പറ്റും. ഇപ്പൊ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നിങ്ങളൊക്കെ പഠിക്കേണ്ട
എല്ലാവരോടും എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നിങ്ങളൊന്ന് പെറുക്കിയെടുത്ത് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടോ, നിങ്ങൾക്കൊരു വിഷയമാണ് കിട്ടും. അപ്പൊ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഖുർആനിക വചനങ്ങൾ കൊണ്ട് ഇസ്ലാമിന്റെ കൃത്യതയിലേക്ക് വന്ന ആയിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ. എനിക്കറിയോ 1-2-3 ആളുകള് ഒരു ഖുർആനിലെ അലക്കത്തും മുദ്അത്തും മുഖല്ലക്കത്തും വൈരി മുഖല്ലക്ക അങ്ങനെ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് പഠിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആയത്തിനെ കാണാൻ പഠിക്കുക. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്അ ഫഖലഖനൽ മുദ്അത ഇളാമ ഫകസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇങ്ങോട്ടുള്ള ആയത്തൊക്കെയാണ് സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. അതാ പേടിക്കേണ്ട ആയത്ത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ കാര്യം സുന്ദരമായി പറയാണ്. വലഖദ് ഖലഖൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. അല്ലേ, പശുമയാർന്ന കളിമണ്ണിൽ നിന്നാണ് ഞാൻ സൃഷ്ടിച്ചത്. സുമ്മ ജഅൽനാഹു നുത്ഫ. നുത്ഫ എന്നുള്ള വാക്ക് ഖുർആനിൽ വന്ന് എത്ര സ്ഥലങ്ങളുണ്ട് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ എനിക്കറിയാം, ഞാനത് പറയണില്ല. അപ്പോൾ നുത്ഫത്ത് ആ വാക്ക് എഴുതി വെച്ചോളി. നുത്ഫത്ത് അതിന്റെ ബഹുവചനം നുത്ഫാത്താണ്. എന്നാൽ ഖുർആന്റെ ഒരു സൂക്ഷ്മ പ്രയോഗം നോക്ക്. പരിശുദ്ധ ഖുർആൻ നുത്ഫത്ത് എന്നാണ്. യാസീനിൽ അലം യകു നുത്ഫത്തൻ അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. സൂറത്ത് ഖിയാമയിലുണ്ട് അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ അലം യകു നുത്ഫതൻ മിൻ മനിയ്യുംനാ. അവിടേക്ക് നുത്ഫത്താണ്. പിന്നെ പലയിടങ്ങളിലും ഖുർആൻ ഉപയോഗിച്ചു. അപ്പൊ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട മുഅ്മിനൂൻ സൂറയിലാണ് ഞാൻ നേരത്തെ ഓതിയ ആയത്ത്. വലഖദ് ഖലഖൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. ആ ആയത്തിലൊക്കെയാണ് ഒരു കുഞ്ഞു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടത് മുതൽ ആ കുഞ്ഞു വളരുന്ന ഘട്ടത്തെ പറ്റി ഇത്രയും സൂക്ഷ്മമായി സംസാരിക്കാൻ പ്രിയപ്പെട്ടവരെ നിരക്ഷരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കൂല. അള്ളാഹിന്റെ റസൂലിന് സാധിക്കൂല. കാരണം എന്താ? നബി സ്കൂളിൽ പോയിട്ടുണ്ടോ? കോളേജിൽ പോയിട്ടുണ്ടോ? മെഡിക്കൽ ഫീൽഡ് മുന്നോട്ട് പോയിട്ടുണ്ടോ? അല്ലേ, എംബ്രിയോളജി പഠിച്ചിട്ടുണ്ടോ? ഭ്രൂണശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാഹിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? പറയൂ. അന്നബിയ്യൽ ഉമ്മിയ അല്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മിയ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും. അള്ളാഹിന്റെ റസൂലിന്റെ ക്വാളിഫിക്കേഷൻ നിരക്ഷരൻ. എന്താ സാക്ഷരത ഉള്ള ആള് പറഞ്ഞാ എഴുത്തും വായന അറിയുന്ന ആളാണ്. നിരക്ഷരൻ എന്ന് പറഞ്ഞാലോ എഴുത്തും വായന അറിയാത്ത ആള്. അള്ളാഹിന്റെ റസൂൽ മരിക്കണത് വരെ ഒരു അക്ഷരം തന്റെ കൈപ്പട കൊണ്ട് അബുൻ എഴുതിയിട്ടില്ല, മുഹമ്മദുൻ എഴുതിയിട്ടില്ല. മക്കളെ ആലോചിച്ചു നോക്ക്. ഖുർആൻ പറയുന്ന ഒരു ആയത്ത് ഓദിക്കാൻ നിങ്ങളിതിന് വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദൽ ലർതാബിൽ മുബ്തിലൂൻ. ആയത്ത് നോട്ട് ചെയ്തോളി. നബിയെ, താങ്കൾ ഒരക്ഷരം താങ്കൾക്ക് നോക്കി വായിക്കാൻ അറിയില്ല. അങ്ങയുടെ കൈപ്പടം കൊണ്ടൊരക്ഷരം താങ്കൾ എഴുതിയിട്ടുമില്ല. നോക്കി വായിക്കാൻ അറിയുന്നവനും സ്വന്തം കൈകളാൽ എഴുതി പിടിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു താങ്കളെങ്കിൽ സത്യനിഷേധികൾ താങ്കളെപ്പറ്റി വേറെ ചില വാദഗതികൾ ഉന്നയിക്കുമായിരുന്നു. ആയത്ത് അള്ളാഹിന്റെ റസൂൽ തികച്ചും നിരക്ഷരനാണെന്ന് ഖുർആൻ അടിവരയിടുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണേ മക്കളെ, നിരക്ഷരനായ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുർആനിക വചനങ്ങളിൽ ഭൂമി വികസിക്കുന്നു എന്ന് പറയണു അല്ലേ? ഭൂമി പ്രപഞ്ചം വികസിക്കുന്നു. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമുസിഊൻ. പ്രിയപ്പെട്ട മക്കളെ, അള്ളാഹിന്റെ റസൂൽ ആരാ? നിരക്ഷരനാണ്. ആ പ്രവാചകൻ ഓതിക്കേൾപ്പിക്കുന്ന വചനങ്ങളിൽ ഇന്ന് ശാസ്ത്ര ലോകത്തിന് കണ്ടെത്താൻ പറ്റാത്തതടക്കം ഖുർആൻ പറയാണ്. അല്ലേ, സൂറത്ത് അംബിയായിലെ 30-ാമത്തെ ആയത്ത് അവലം യറൽ ഇൻസാൻ അവലം യറൽ ലദീന കഫറൂ അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതകനാഹുമാ. അവലം യറൽ ഇൻസാൻ അവലം യറൽ ലദീന കഫറൂ, സത്യനിഷേധികളെ
ദൈവനിഷേധികളെ, നിരീശ്വരവാദികളെ, ഖുർആനാകുന്ന മഹനീയ ദൈവീയ ഗ്രന്ഥത്തെ നിഷേധിക്കുന്നവരെ, നിങ്ങൾ ചിന്തിക്കണടോ, ആകാശഭൂമികൾ ഒട്ടിച്ചേർന്നതായിരുന്നു. ഫഫതഖ്നാഹുമാ, നാം അതിനെ പിളർത്തി. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന വലിയൊരു സയന്റിഫിക് വാക്കുണ്ട്, ബിഗ് ബാങ് തിയറി. ഫഫതഖ്നാഹുമാ, ഞാൻ ആയത്ത് അവസാനിക്കുമ്പോൾ നിൽക്കുന്നു. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. ജീവനുള്ള സകല വസ്തുക്കളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. അത് ശാസ്ത്ര സൂചനയാണ്. അത് ഈ അടുത്താണ്, വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ജീവനുള്ള സകല വസ്തുക്കളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണെന്ന് ശാസ്ത്രം ഈ അടുത്ത കണ്ടെത്തിയത്. എന്നാൽ 1500 വർഷങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ ഖുർആനിൽ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. ഇങ്ങോട്ട് അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കണേ. ഇങ്ങോട്ട് എന്താ കൂട്ടങ്ങൾ വിശ്വസിക്കാത്ത? അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കാണ് സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടത്, ശാസ്ത്രത്തിന്റെ ഈ ഭൂമി ഈ വിസ്തൃതമായ പ്രപഞ്ചത്തെ അത്യത്ഭുതകരമായ വിഷയങ്ങളെ പറ്റി ഖുർആൻ സൂര്യനെ പറ്റി ഉപയോഗിച്ചൊരു വാക്കെന്താ? വജഅൽനാ സിറാജൻ വഹാജ. സ്വയം ജ്വലിക്കുന്ന സൂര്യൻ, പ്രഭ വിതറുന്ന ചന്ദ്രൻ. ഖുർആന്റെ ആയത്ത് എങ്ങനെ? ഖമറൻ മുനീറ. തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ വജഅല ഫിഹാ സിറാജൻ വഖമറൻ മുനീറ. പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ചോ. അപ്പോ അള്ളാന്റെ ഖുർആനിൽ ഇത്തരം ഗൗരവപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നു. മഹാനായ പ്രവാചകൻ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ ഏത് രൂപത്തിലാണ് സ്വാധീനിക്കേണ്ടത് നമ്മൾ ആലോചിക്കുമ്പോൾ ചില ആയത്തുകൾ നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കണം. സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഞാനൊന്ന് പെറുക്കിയെടുത്ത് പഠിച്ചപ്പോ എന്റെ റബ്ബുള്ള വിശ്വാസം എനിക്ക് വർദ്ധിച്ചു, എനിക്ക് ഈമാൻ കൂടി, ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളിൽ അകലാൻ എന്റെ മനസ്സിനോട് മന്ത്രിച്ചു എന്ന് ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കും. അല്ലേ? എത്ര ആളുകളാ ഇപ്പോ തൊലിപ്പുറത്താണ് വേദന. ഒരു സൂചി അടിക്കുന്ന സമയത്ത് ജസ്റ്റ് കുത്തുമ്പോൾ വേദന, ഉള്ളിൽക്കൂടി ഇറച്ചിൻ്റെ ഉള്ളിൽക്കൂടി പോകുമ്പോൾ വേദന ഉണ്ടോ പറയും. അങ്ങനത്തെ ഒരു ആയത്ത് ഖുർആനിന്റെ നരകശിക്ഷയുമായി ബന്ധപ്പെട്ട്, ഇല്ലേ? അത് പഠിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി, അവിടെ വെച്ച് നടന്നൊരു പ്രോഗ്രാമിൽ സംസാരിച്ചൊരു ബഹുമാന വ്യക്തിത്വം ഈ ഒരു ആയത്ത് പഠന വിധേയമാക്കിയപ്പോ, തന്റെ സദസ്യരെ ബോധ്യപ്പെടുത്തിയപ്പോ ആ കുട്ടി അത് പഠിച്ചു. ഒരു ഹൈന്ദവ വീട്ടിൽ വന്നൊരു മോനായിരുന്നു, വടകര സ്വദേശി. കുല്ലമാ നളിജത് ജുലൂദഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നിങ്ങളുടെ ശരീരത്തിന്റെ തൊലി ഉരുകിയൊലിക്കുമ്പോഴെല്ലാം വേറെ തൊലിയിട്ട് ശിക്ഷിക്കും. നിങ്ങളീ മക്കളെ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഖുർആൻ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മക്കളാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് അള്ളാഹിന്റെ ഖുർആന്റെ മഹത്വത്തെ പറ്റിയാണ്. ഈ ഗ്രന്ഥം അല്ലേ, ഈ ലോകത്ത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയൊരു നിധിയാണ്, ഒരു അനുഗ്രഹമാണ്. അപ്പൊ ആ ആയത്ത് നമ്മൾ എത്രയോ ദിവസങ്ങളായി ഇത് ഓതിപ്പോകുന്നു. പക്ഷേ ഖുർആനിലെ ഈ വചനം ഇസ്ലാമിലേക്ക് വരാൻ വഴിയൊരുങ്ങുകയാണ്. തേനീച്ചയെ പറ്റി പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. നഹൽ സൂറയിൽ 27-28 ആയത്താ തോന്നുന്നു. വൗഹാ റബ്ബുക ഇലൻ നഹലി അൻ ഇത്തഖദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ സുമ്മ കുലി മിൻ കുല്ലി സമറാത്തി. എന്താ? പെൺതേനീച്ചകളാണ് അധ്വാനശീലം, ആൺതേനീച്ചകൾ മടിയന്മാരാണ്. അപ്പൊ ഖുർആന്റെ സംബോധന എങ്ങനെ? ആൺതേനീച്ചകളോടല്ല, പെൺതേനീച്ചകളോടാണ് പൂമ്പൊടി ശേഖരിക്കാൻ പറയുന്നത്. ലോകത്തെ സകല ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവരെയും അതിശയപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന ആ തേനീച്ചന്റെ കൂടില്ലേ, എന്തൊരു ഭംഗിയാണ്. സ്കെച്ചും പ്ലാനെടുത്ത് അല്ലേ, പ്ലാനൊക്കെ സംവിധാനിക്കുന്ന ആർക്കിടെക്ചർ, ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന. എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുണ്ട് തേനീച്ച. ആര് പഠിപ്പിച്ചു മക്കളെ? ആരാ? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ. സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവരെങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി മാർഗദർശനം നൽകിയവൻ അല്ലാഹു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഖുർആനിലെ ചില വചനങ്ങൾ നമ്മെ പിടിച്ചു കൊലുക്കണം. നരകത്തെ പറ്റിയുള്ള പറഞ്ഞ ഇന്നായത്തിന്റെ മനസ്സിനെ സ്വാധീനിച്ചു. ഖുർആൻ ആ നിലക്കെന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഖുർആൻ ഒരു മധുരമാവുകയുള്ളൂ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ പഠിച്ചേ പറ്റൂ. ഈ നിലക്ക് പരിശുദ്ധ ഖുർആൻ ഓരോരോ വചനങ്ങളും നമ്മെ സ്വാധീനിക്കും. അങ്ങനെ സ്വാധീനിക്കുമ്പോഴാണ് സൂറത്ത്
ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ. നിങ്ങൾ ആ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ പർവ്വതമൊക്കെ പൊട്ടിത്തകരുമാറുള്ള അവസ്ഥയിലേക്ക് ഖുർആൻ മാറുക എന്ന് പറഞ്ഞെന്താ? ഈ നിലക്ക് ഖുർആനെ പറ്റി ചിന്തിക്കണവർക്ക് അത്രമാത്രം ഒരു കോളിളക്കം എൻ്റെ മനസ്സിലുണ്ടാകും. ഈ ഖുർആനിലെ 6236 വചനങ്ങൾ. മോനെ ഉറങ്ങല്ലടാ കൂട്ടാ, ഇവിടെ ശ്രദ്ധിച്ചിട്ട് ഉഷാറായിരിക്കുക, ചാരായിരിക്കുക. ലോ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബൽ. ഞാൻ ഈ പറയണ ആയത്തൊക്കെ നോട്ട് ചെയ്തോ, എനിക്ക് നല്ലൊരു വിഷയം ഉണ്ടാക്കാം. ഖുർആനെ പറ്റി A to Z കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയും. 1 മണിക്കൂറേ സംസാരിക്കും. ഞാൻ 40 തുടങ്ങി 3:40 ഞാൻ നിൽക്കും. എനിക്ക് ചാലിശ്ശേരിന്ന് ക്ലാസ്സാണ്. 1 മണിക്കൂർ പറയണതൊക്കെ ആയത്തായിരിക്കും. ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്താൽ നല്ലൊരു ഖുർആൻ്റെ ഒരു പ്രഭാഷണം നിങ്ങൾക്ക് സുന്ദരമായി നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. നല്ല ശ്രദ്ധിച്ചിരുന്നുള്ളൂ. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഇത്തരം വചനങ്ങൾ, ഇന്ന ആയത്ത് എൻ്റെ ജീവിതത്തെ മാറ്റി. കമല സുറയ്യ എന്ന് പറയുന്ന ഒരു ആലപ്പാട്ട് കുടുംബത്തിലെ ഒരു എഴുത്തുകാരി, ലോക പ്രശസ്തയായ എഴുത്തുകാരിയാണ്. ആ മൂപ്പത്തിയാർ ഇസ്ലാമിലേക്ക് വന്നത് എന്തേന്ന് ചോദിച്ചപ്പോൾ, മൂപ്പത്തിയാർ ഇസ്ലാമിലേക്ക് വന്നിട്ട് പാളയം പള്ളിയിലാണ് അടക്കം ചെയ്ത്, പർദ്ദയൊക്കെ ഇട്ട് മഫ്തൊക്കെ ഇട്ടിട്ട്. ആളുകൾ ഇങ്ങനെ നോക്കിയതിനെ അറപ്പോടെയാണ് നോക്കിയത്. മരിച്ച സമയത്ത് എന്ത് പൊട്ടത്തിയാണിത് എന്ന നിലക്ക് പലരും എഴുതി പറഞ്ഞു, പരിഹസിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ വലിയൊരു സാഹിത്യ തറവാട്ടുകാരിയായ ലോകം അറിയപ്പെട്ട ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരി. മൂപ്പത്തിയാര് ഇസ്ലാമം സ്വീകരിച്ചിട്ട് ഇസ്ലാമിൻ്റെ പർദ്ദ ധരിച്ച് മുഖമക്കനിട്ടിട്ട് ഖുർആന്റെ മഹത്വത്തെ പറ്റി സംസാരിച്ചപ്പോൾ എന്തേ പെണ്ണെ എനിക്ക് പഴച്ചത് എന്ന നിലക്ക് സാഹിത്യ ലോകത്തുള്ള സകല ആളുകളും ചാടിക്കളിച്ചു. മൂപ്പത്തിയാര് പറഞ്ഞു, എന്നെ ഒരാൾ നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതല്ല, എൻ്റെ നാഥൻ എനിക്ക് വഴി കാണിച്ചു തന്നു എന്നാണ് പറഞ്ഞത്. പത്രപ്രവർത്തകർ ചോദിച്ചു, വളരെ ബഹുമാന പുസ്തകം ചോദിച്ചു, നിങ്ങൾക്ക് ഖുർആനാണല്ലോ നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചത്, ആ ഗ്രന്ഥമാണല്ലോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായത്, ആ ഗ്രന്ഥത്തിലേക്ക് നിങ്ങൾക്ക് ആ ഗ്രന്ഥം ഒന്ന് തുറന്നു നോക്കാൻ നിങ്ങൾക്ക് പ്രചോദനമായത് എന്താണെന്ന് ചോദിച്ചു. ആരെങ്കിലും നിങ്ങളെ അങ്ങനെ പ്രചോദിപ്പിച്ചതാണോ? വല്ലവരുടെയും ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ കമലാ സുറയ്യ മാധവിക്കുട്ടി പറഞ്ഞെന്താണെന്നോ, സൂറത്ത് ബഖറയിലെ ഒരായത്ത്, ലാ ഇക്റാഹ ഫിദ്ദീൻ കതബയ്യന റുശ്ദു മിനൽ ഗയ്. ഈ ആയത്താണ് എൻ്റെ ജീവിതത്തെ ഇസ്ലാമിൻ്റെ വാതില് തുറന്നു പോകാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന്. ഇപ്പം എന്താ? ഇസ്ലാമിൽ നിർബന്ധിക്കലില്ല. ബലാത്കാരല്ല മക്കളെ, തീവ്രവാദം, ഭീകരവാദം, പ്രശ്നങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന സോഷ്യൽ മീഡിയകളും മറ്റുമാണ് നമ്മുടെ ലോകത്തുള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിൽ ഒരാളെ നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കേണ്ടതില്ല. അപ്പൊ ഇത്രയും ഇസ്ലാമിനെ പറ്റിയും മുസ്ലിങ്ങളെ പറ്റിയും മോശമായി ലോകം ചിത്രീകരിക്കുമ്പോൾ അവരുടെ പ്രമാണ ഗ്രന്ഥത്തിലെ ഈ വചനമാണ് ഇത് തുറന്നു നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് ആ സഹോദരി പറഞ്ഞെങ്കിൽ, മക്കളെ, ജീവിതത്തെ വഴിതിരിപ്പിച്ച, മാറി ചിന്തിപ്പിച്ച ഖുർആനിലെ ചില സൂക്തങ്ങളാണ്. അതുകൊണ്ട് മക്കളെ, നമ്മുടെ ജീവിതത്തെയും ഖുർആൻ ആ രൂപത്തിൽ സ്വാധീനിക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഞാൻ പറയട്ടെ, ഖുർആൻ ഒന്നും അറിയില്ല. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ വട്ടപൂജയാണ്. ഫാത്തിഹ സൂറത്ത് പോലും അറിയില്ല. ചെല്ലാൻ അറിയുമെന്നല്ലാതെ അർത്ഥം അറിയില്ല. ശരിക്ക് പരിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ വെളിച്ചത്തിൽ അല്പം ഉയർന്ന് ചിന്തിക്കുന്ന കുട്ടികളെന്ന് നിൽക്കാൻ പറയാണ്, അർത്ഥം അറിയാതെ ഒരാൾ ഓതുന്നുവെങ്കിൽ അത് ശരിയല്ലെന്ന് പറയുന്ന പണ്ഡിതന്മാരടക്കമുണ്ട്. ഖുർആന് അർത്ഥം അറിയാതെ ഓതുകയാണെങ്കിൽ ശരിയല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരടക്കമുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഗ്രന്ഥത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. അല്ലെങ്കിൽ വെറും ഒരൊച്ചയാണല്ലോ. എന്നാൽ അതിന് കൂലിയില്ല എന്നല്ല. അലിഫ്ലാം മീം ചൊല്ലിയാൽ അലിഫും ലാമിനും മീമിനും കൂലിയുണ്ട്. പക്ഷേ അർത്ഥം അറിയാതെ ഒരാൾ ചൊല്ലിയാൽ അവൻ അത് ശരിയല്ലെന്ന് പറയാൻ കാരണം എന്താണോ? ഓല് എടുത്തുദ്ധരിക്കുന്ന ഖുർആൻ ആയത്തേതാ? അർത്ഥം അറിയാതെ ഓതാൻ പാടില്ല എന്നതിന് ചില പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്ന ആയത്തേതാണെന്നോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബുസ്സലാ വഅൻതും സുക്കാറ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ പഠിക്കുന്ന പണ്ഡിതന്മാർ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലഹരി ബാധിച്ച് നിസ്കാരത്തിലേക്ക് വരരുത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ എന്താ പറയണു നിങ്ങൾക്കറിയില്ല. നമ്മളെന്താ പറയണു നമുക്കറിയില്ലെങ്കിൽ ശരിക്കും കള്ളുടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ നിസ്കാരത്തിൽ നിങ്ങൾ എന്താ ചൊല്ലി പറയുക നിങ്ങൾക്ക് അറിയില്ല.
അതുകൊണ്ട് ലഹരിയും മത്തു പിടിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് വരരുത് എന്ന് പറയാനുള്ള കാരണമായി അണ്ടർലൈൻ ചെയ്തെന്താ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. അപ്പൊ സൂറത്ത് ബഖറ ഇങ്ങനെ ഓതാണ് ഒരാള്, അവൻ പറയണത് മാല ഹത്താ തഅലമൂ, അവൻ പറയണത് അവൻ അറിയണില്ലെങ്കിൽ അത് വലിയ കുറ്റമാണെന്ന് പോലും പറയുന്ന അപൂർവം പണ്ഡിതന്മാർ ലോകത്ത്. ഞാൻ പറഞ്ഞെന്താണ് മക്കളെ, ഖുർആൻ നിർബന്ധമായി പഠിക്കണം. അതാണ് ഞാൻ ഓതിയ 3-ാമത്തെ ആയത്ത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി. ഈ മഹൽ ഗ്രന്ഥം അല്ലാഹു ഇറക്കി തന്നതിനാ ഖുർആനെ പറ്റി തദബ്ബുർ നടത്താൻ. തദബ്ബുർ എന്ന വാക്കിന്റെ അർത്ഥം PhD, PhD അല്ലേ, തിസീസ്, ആഴങ്ങളിൽ ഇറങ്ങി പഠിക്കാൻ. ഈ ഗ്രന്ഥം റഹ്മാനായ റബ്ബ് നമുക്ക് ഇറക്കി തന്നതിനാണ് ആ വചനങ്ങളെ പറ്റി ഉറ്റാലോചന നടത്തുവാൻ. ലിയദ്ദബ്ബറു ആയാതിഹി, ലിയദ്ദബ്ബറു ആയാതി, അല്ലാതെ വെറുതെ ഓതി പോകാനല്ല. കുറെ കത്തം തീർത്തു, അൽഹംദുലില്ലാഹ് കൂലിയാണ്, അല്ല. ഈ ഗ്രന്ഥത്തെ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി, ഓരോരോ ആയത്തുകളെ പറ്റിയും ആഴങ്ങളിൽ ഇറങ്ങി ചിന്തിക്കണം. അപ്പോ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ആഴങ്ങളിൽ ഇറങ്ങണം, ചിന്തിക്കണം. തേനീച്ചയെ പറ്റിയുള്ള ആയത്ത് പറഞ്ഞല്ലോ. പരലോക നിഷേധികളെ കണ്ണു തുറക്കാൻ ഖുർആൻ പ്രേരിപ്പിച്ച ഖുർആനിലെ വചനേതാ? അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്യ. മനുഷ്യന്റെ സകലരുടെയും വിരലറ്റങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ, എല്ലാരെയും വിരലടയാളം വ്യത്യസ്തമാണ്. വ്യത്യസ്ത രൂപത്തിൽ വിരലടയാളങ്ങളെ സംവിധാനിച്ച കരുണാവാരിധിയായ റബ്ബ്. പ്രിയപ്പെട്ട മക്കളെ, അതാണ് ലിയദ്ദബ്ബറു ആയാതി. ഇപ്പൊ സൂര്യനെ പറ്റി ഖുർആൻ പറയാണ്. ഒരു സൂറത്തിന്റെ പേരെന്താണ്? ശംസുൻ. യാസീൻ സൂറയിലെ സൂര്യനുമായി ബന്ധപ്പെട്ട ആയത്ത് എന്താ? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. ഭൂമിയേക്കാൾ 10.5 ലക്ഷം ഇരട്ടി വലിപ്പം സൂര്യനുണ്ട്. നമ്മുടെ ഭൂമിയുടെ അറ്റം കണ്ടുക്കണോ? എവിടെ ചെന്നാലും ഭൂമിയും ആളും താമസമുണ്ട് അല്ലേ? ഈ ഭൂമിയേക്കാൾ 10.5 ലക്ഷം ഇരട്ടി വലിപ്പം ഭൂമിക്കുണ്ട്, സൂര്യനുണ്ട്. അപ്പൊ ആ സൂര്യനെ സൃഷ്ടിച്ച റബ്ബിന്റെ വലിപ്പം ആലോചിച്ച് നോക്കുകയാണ്. അതുകൊണ്ടാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്തേ കൂട്ടരെ നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിച്ചു നോക്കാത്തത്? മക്കളെ, പല വിഷയങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. ഈ ഗ്രന്ഥത്തിലേക്ക് നമ്മുടെ മനസ്സ് തുറന്നു വെക്കണം. ഓരോരോ പദങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ഓരോരോ ആശയങ്ങളിലൂടെ നമ്മൾ ആലോചനക്ക് വിധേയമാകണം. അല്ലാഹു ചോദിക്കാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. 2 സ്ഥലത്ത് ആയത്ത് വന്നിട്ടുണ്ട്. ഒന്ന് മുഹമ്മദ് സൂറയിൽ, അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അവിടെ ചോദിക്കാണ്, നിങ്ങളെ ഹൃദയം പൂട്ടിയിടപ്പെട്ടിരിക്കുകയാണോ? ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ലോകത്തെ മുസ്ലിം ഉമ്മത്തിന്റെ 95% ആളുകളുടെയും ഹൃദയം പൂട്ടിയിടപ്പെട്ടിരിക്കുന്നു. ഓലെ ഹൃദയം ഖുർആനിലേക്ക് തുറന്നിട്ടില്ല. അറിയില്ല മക്കളെ ഖുർആൻ. ഭൂരിപക്ഷം ആളുകളെ അവസ്ഥ അതാണെന്ന് ചോദിക്കണം. അഫലാ യതദബ്ബറുൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. നിങ്ങൾ ഹൃദയം പൂട്ടിയിടപ്പെട്ടിരിക്കുകയാണോ? നിസാ സൂറയിൽ അഫലാ യതദബ്ബറുൽ ഖുർആൻ. എന്നിട്ട് അല്ലാഹു ചോദിക്കണം, ആയത്തൊന്ന് മനസ്സിരുത്തി കേട്ടു നോക്ക്. നിങ്ങൾ ഈ കൂട്ടരെ, നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്. ഈ മഹനീയ ഗ്രന്ഥമെങ്ങാനും അല്ലാഹുവിൽ നിന്നല്ലാതെ ഏതെങ്കിലും വ്യക്തിത്വങ്ങളുടെ കൂടിയാലോചനകളുടെ ഫലമായിട്ടാണ് വന്നിരുന്നതെങ്കിൽ ഇതിൽ വൈരുദ്ധ്യം കാണാൻ പറ്റും. ഉദാഹരണത്തിന് റസൂലുള്ളാഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലിയും അതുപോലെ തന്നെ ത്വൽഹത്തും സുബൈറും ഇവരൊക്കെ പാടെ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരൊക്കെ പാടെ കൂടി എഴുതി ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമായിരുന്നു ഈ ഖുർആനെങ്കിൽ ഇതിൽ വൈരുദ്ധ്യം ഉണ്ടാകും. എന്താ വൈരുദ്ധ്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, അന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വർത്താനം പറയാം, ഈ കാലഘട്ടത്തിൽ മാറ്റേണ്ടി വരും അല്ലേ? ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ജദീദായ കൗലും ഖദീമായ കൗലും കേട്ടില്ല നിങ്ങൾ? എന്താ വിഷയം? ഷാഫി റഹ്മത്തുള്ളാഹിക്ക് ജദീദായ കൗലുണ്ട്, ഖദീമായ കൗലുണ്ട്. അന്ന് പറഞ്ഞത് ചിലതൊക്കെ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ മക്കളെ, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുകൊണ്ട് മനുഷ്യബുദ്ധിയിൽ നുതിർന്നു വന്ന ആശയ സമാഹരണമാണ് ഖുർആനായിരുന്നുവെങ്കിൽ ഇതിൽ വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. അല്ലാഹുമ്മ സ്വല്ലി. വൈരുദ്ധ്യമല്ല മക്കളെ. ഞാൻ പറയട്ടെ, കോടിക്കണക്കിന് ശത്രുക്കൾ ഇസ്ലാമിനുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് പരിശുദ്ധ ഖുർആനിലെ ഇന്നിന്ന വചനങ്ങൾ ഈ നാടിന്റെ പുരോഗതിക്ക് തടസ്സമാണ്,
ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാൻ ഒരു ആയത്തെടുത്തുദ്ധരിക്കാൻ ഇന്നേവരെ സാധിച്ചിട്ടില്ല. എത്ര കൽപ്പനകൾ ഖുർആനിലുണ്ട്, എത്ര വിലക്കുകൾ ഖുർആനിലുണ്ട്. ഖുർആൻ വിലക്ക് ഇന്ന വിഷയം ശരിയായില്ലെന്ന് പറയാൻ ഒരാൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പൊ എന്താ, ഇനി എത്ര കൊല്ലം ഈ ലോകം നിലനിൽക്കുമെങ്കിലും അക്കാലഘട്ടങ്ങളിൽ ലോകം എത്ര പുരോഗതിയിലെത്തിയാൽ, ഇപ്പൊ നമ്മൾ കാറിലാണ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിലാണ് നേരത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ചിലപ്പോ ഒരു 10-25 കൊല്ലം കഴിഞ്ഞാലും ഈ ബ്ലോക്കും വിഷയങ്ങളൊക്കെ ആകുമ്പോൾ ഒക്കെ വിമാനമായി മാറും. നിങ്ങളൊക്കെ ചിലപ്പോ ഒരു പ്രായത്തിൽ എത്തുമ്പോൾ പിന്നെ ഹെലികോപ്റ്ററുകളൊക്കെ ആയിരിക്കും. അതൊന്നും നമുക്ക് ഗസിയല്ല, അതൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വരും. പല രാജ്യങ്ങളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം 10-15 മണിക്കൂർ റോട്ടിൽ മനുഷ്യന്മാർ ബ്ലോക്കിൽ കുടുങ്ങുന്നത് കൊണ്ട് ഇത്തരം സംവിധാനങ്ങളെ പറ്റി ആലോചിക്കാണ്. ഇപ്പം നമുക്ക് വിമാനം, ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ് തോന്നിപ്പോകും. അന്നാ ഒന്നും വിഷയമാവില്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലഘട്ടം ലോകത്ത് വന്നാലും അന്നും ഖുർആൻ തിളക്കമാർന്ന നിലയിൽ നിലനിൽക്കണം. ഇതിൽ പറഞ്ഞൊരാശയവും ഒരിക്കലും ഒരു കാലത്തും ഒരാൾക്കും നിഷേധിക്കാൻ ഇടവരാൻ പാടില്ല. വാഹനവുമായി ബന്ധപ്പെട്ടൊരായത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വമിമ്മാ ലാ യഅലമൂൻ വൽ ഖൈല വൽ ബിആൽ, കഴുത, കോവർ കഴുത എന്നൊക്കെ പറഞ്ഞിട്ട് വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അതാണ് ഈ പറഞ്ഞ വിഷയം. ആയത്ത് നിങ്ങൾ നോട്ട് ചെയ്തോളി. അള്ളാഹിന്റെ ഖുർആനിലെ ആയത്താണ്. ഇനി കംപ്ലീറ്റ് മനുഷ്യ സഞ്ചരിക്കുന്ന വിമാനത്തിലാണെങ്കിലും ഈ ഖുർആനിന് എതിരല്ല. അള്ളാഹ് പറയാണ്, ഇപ്പം നിങ്ങൾ ചിലതൊക്കെ കണ്ടെത്തി, ഇതല്ലാത്ത പലതും നിങ്ങൾ ഭാവിയിൽ കണ്ടെത്തും. അതാണ് അൽഹംദുലില്ലാഹ് മക്കളെ, പരിശുദ്ധ ഖുർആൻ ഒരാൾക്കും പിടിവള്ളി കൊടുക്കാത്ത ഗ്രന്ഥമാണ്. ഒരു മനുഷ്യനും ഈ ഗ്രന്ഥത്തെ നോ എന്ന് പറയാൻ സാധിക്കൂല. അത് ഈ മഹൽ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത. അപ്പോൾ അള്ളാഹ് ഒരു കാര്യം നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെയാണ്. ലഹരി, ഇന്ന് ലോകം ആകെ വിഷമിക്കുന്ന വിഷയം ലഹരി. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു. പലിശ ഇന്ന് ലോകത്താകെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മഹാമാരിയായി മാറിയിട്ടുണ്ട്. പലിശയെ പറ്റി ഖുർആൻ പറഞ്ഞു, യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്. പലിശയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചില്ല, ഇല്ല, ശരിയല്ലെന്ന് പറഞ്ഞു, പൂർണ്ണാർത്ഥത്തിൽ അകലണമെന്ന് പറഞ്ഞു. ദാനധർമ്മത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. അപ്പം പറഞ്ഞെന്താണെന്നോ, ഇത് അള്ളാഹുവിൽ നിന്നല്ലാതെ ഏതെങ്കിലും ചില ബുദ്ധിയിൽ നുതിർന്നു വന്ന ആശയമായിരുന്നുവെങ്കിൽ ഇതിൽ വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് മക്കളെ, ഇത് ദൈവികാണ്. തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉല. അത്യുന്ന ലോകത്തുനിന്ന് നമുക്കിറക്കി തന്ന ഗ്രന്ഥം. അതുകൊണ്ട് മക്കളെ, നമ്മൾ ഈ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കണം എന്നതിനൊരായത്ത് ഓദിക്കാൻ നിങ്ങൾ ഇതാ, ഖുർആൻ പഠിക്കണം. 5 നേരം നിസ്കരിക്കുന്നത് പോലെ ഖുർആൻ പഠിക്കൽ ഫറളാണ് എന്ന നിലക്കൊരായത്ത് ഓദിക്കാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, ഇന്നല്ലദീന യത്ലൂ, ഖുർആൻ പഠിക്കുന്നവർ. 3 പണി ചെയ്യുന്ന ആളുകൾ വലിയ സ്വർഗം ലഭിക്കുന്ന പ്രവർത്തനം ചെയ്യുന്നവരാണെന്നാ ഖുർആൻ പറയുന്നത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നിശ്ചയം ഖുർആൻ തിലാവത്ത് നടത്തുന്നവർ, ഓതുന്നവരെന്നല്ല. മുഫസ്സിരീങ്ങളായ മുഫസ്സിരീങ്ങൾക്ക് അതിന് നൽകിയ മഴ എന്താ? യതദാറസൂന ബൈനഹും, ദർസ് നടത്തുന്നവരെന്ന്. പരിശുദ്ധ ഖുർആൻ നമ്മൾ 5 നേരം നിസ്കരിക്കുന്നത് പോലെ ഈ ഖുർആൻ മരിക്കുന്നതിന് മുമ്പ് പഠിക്കണമെന്നതിന് ഖുർആന്റെ ആയത്താണത്. പിന്നെ സൂറത്ത് ഖമറിലെ 4 ആയത്ത്, വലഖദ് യസ്സർനൽ ഖുർആന ലിസിക്രി, ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ എളുപ്പമാക്കി തന്നിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ടടോ അത് പഠിക്കാൻ മനസ്സ് കാണിക്കുന്നവർ? അതിന് മനസ്സുള്ളവരാരാ? ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാനും ആലോചിക്കുവാനും മനനം ചെയ്യുവാനും ഒരുക്കമുള്ളവരാരാണെന്ന്. അപ്പൊ മക്കളെ, ഖുർആൻ പഠനം നിർബന്ധമാണ് എന്ന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഖുർആന്റെ വചനങ്ങൾ ഏതാ? ഒന്ന്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ് വലഖദ് യസ്സർനൽ ഖുർആന ലിസിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. മക്കളെ, പഠിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കും. പ്രത്യേകിച്ച് ഇരിക്കാൻ നിങ്ങളോട് എനിക്ക് പറയണം,
നിർബന്ധമായും ഖുർആൻ പഠിക്കണം. ഇങ്ങനെ ഇവിടുന്ന് ഈ കോഴ്സിന് കഴിയുമ്പോഴൊക്കെ ഹിഫ്ലായ കുട്ടികൾ അത് നിലനിർത്താൻ ശ്രമിക്കുകയും ഹിഫ്ലാകാത്തവർ ഒരു മനസാന്നിധ്യത്തോടെ ഞാൻ ഈ ഖുർആൻ പഠിക്കും. മക്കളെ, എവിടെ ചെന്നാലും ഖുർആൻ പഠിച്ചവന് ഉയർച്ചയാണ്. ശരിക്ക് ഇസ്ലാമിനെ പറ്റി ആഴങ്ങളിൽ പഠിച്ചവർ ഖുർആൻ ഹിഫ്ലല്ലാത്തവന് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം ഞാനൊക്കെ പല സമയങ്ങളും മക്കത്തും ഒക്കെ പോകുന്ന ആളെന്ന നിലക്ക് അവിടെ അറബികളുമായി സംസാരിക്കുന്ന സമയത്ത് ഹാഫിളാണ് ചോദിക്കും. അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും മുഖത്ത് ഒരു നമ്മോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഹാഫിളാണോ ഫസ്റ്റ് ചോദിക്കുക, ഹാഫിളാണോ? കാരണം ലോകത്തിന്റെ ചരിത്രത്തിൽ ഒട്ടനവധി വിപ്ലവം ഇസ്ലാമിന്റെ മേഖലയിൽ ഉണ്ടാക്കിയവരൊക്കെ ഹാഫിലിങ്ങളാണ്. ഒരു വേഗം ഖുർആൻ പഠിക്കും, പിന്നെ വേറെ വിഷയങ്ങൾ പഠിക്കുള്ളൂ. അത് എല്ലാ മേഖലകളിലും, വെറും അറബി കോളേജ് ഫീൽഡല്ല, ഗണിതശാസ്ത്ര മേഖലയിൽ, ശാസ്ത്ര മേഖലകളിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇസ്ലാമിന്റെ മുൻകാലങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ആദ്യം ഖുർആൻ ഹഫ്ളുൽ ഖുർആൻ ഫീ സിന്നി സിഗരിഹി, ചെറുപ്പകാലം മുതലേ ഒരു ഖുർആൻ കാണാൻ പഠിക്കും. അപ്പം ഞാൻ പറഞ്ഞെന്നോ, എത്രമാത്രം ഖുർആൻ കാണാൻ പഠിക്കാൻ പറ്റുമോ നിങ്ങൾ പഠിക്കണം. അതിനനുസരിച്ച് ഉയരണ്ടാവും. പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കും. ഇപ്പം നിങ്ങൾ സിലബസിന്റെ ഭാഗം എന്നാൽ കുറച്ച് ഭാഗങ്ങൾ പഠിക്കാണ്ടാവൂലേ? അതുപോരാ. സിലബസിന്റെ ഭാഗം എന്നാൽ കുറച്ച് ഖുർആൻ പഠിച്ചാൽ പോരാ. നിങ്ങൾ അഡീഷണൽ സമയം കണ്ടെത്തി ഖുർആൻ പഠനം നല്ല മധുരത്തോടു കൂടി പെട്ടെന്ന് ഹൃദിസ്ഥമാക്കാൻ പറ്റുന്ന സൂറകൾ സെലക്ട് ചെയ്ത് അത് പ്രത്യേകിച്ച് പഠിക്കണം. അതല്ലെങ്കിൽ എന്തിന് സമയം ചെലവഴിച്ചു എന്ന പടച്ചോന്റെ അള്ളാഹിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയാം. പരിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ പേടിക്കേണ്ട ഖുർആനിന്റെ ആയത്തുണ്ട്. വഹും യസ്തരിഖൂന ഫിഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ. നരകത്തില് ഇങ്ങനെ അലമുറയിടുന്ന മനുഷ്യൻ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഹും യസ്തരിഖൂന ഫിഹാ, അവർ അതിൽ അട്ടഹസിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. എന്നിട്ട് എന്താ പറയുക? റബ്ബനാ അഖ്രിജ്നാ, അള്ളാഹ് ഞങ്ങൾ ഈ നരകത്തിൽ നിന്ന് കരകയറ്റണം. നരകത്തിൽ വിഷമകരമായ അവസ്ഥയിൽ കഴിച്ചുകൂട്ടുന്ന മനുഷ്യൻ റബ്ബിനോട് കെഞ്ചിയാണ്, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ, അള്ളാഹ് ഞാൻ നന്മ ചെയ്തു കൊള്ളാം, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇന്നാൾ വരേക്കും ചെയ്യാത്ത സുഹൃതങ്ങൾ ഇനിയുള്ള സൃഷ്ടജീവിതത്തിൽ ഞാൻ ചെയ്തു കൊള്ളാം. ഖുർആൻ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്, ഹിഫ്ലാക്കാൻ ചാൻസ് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിഫ്ലാക്കിയിട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, അത് ശ്രദ്ധിച്ചുകൊണ്ട് നടന്നിട്ടില്ല. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, നരകത്തിന്റെ ആഴിയിലേക്ക് എത്തിപ്പെടുന്ന മനുഷ്യൻ നരകത്തിന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ റബ്ബിനോട് പറഞ്ഞോക്കെ, പടച്ചോനെ ഒന്ന് എന്നെ രക്ഷപ്പെടുത്തോ, ഇന്നാൾ വരെ സഞ്ചരിച്ച റൂട്ടിൽ നിന്ന് മാറി ഞാൻ സഞ്ചരിച്ചു കൊള്ളാം. അപ്പൊ അള്ളാഹു അവനോട് പറയണെന്താ? അവലം നുഅമ്മിറുക്കും മാ യതസക്കറു ഫീഹി മൻ തസക്കറ വജാഅകുമുൻ നസീർ. പേടിച്ചോ ആയത്ത്. നിനക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ, ചാൻസ് നൽകിയില്ലേ, അവസരം നൽകിയില്ലേ, ചിന്തിക്കാൻ അവസരം നൽകിയില്ലേ, മുന്നറിയിപ്പുകാർ വന്നില്ലേ? ഫദൂഖൂ, ആസ്വദിക്കണടാ നിങ്ങൾ. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമകാരി നിനക്ക് രക്ഷയുടെ ഒരു വാതിലുമില്ല. പ്രിയപ്പെട്ട മക്കളെ, സിലബസിന്റെ ഭാഗം എന്ന നിലക്കല്ല നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത്. ഈ മഹൽ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളുടെ കൂട്ടത്തിൽ ഉത്കൃഷ്ടനായ ജിബ്രീൽ എന്ന മലക്കിലൂടെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്കൃഷ്ട സൃഷ്ടിയായ മുത്തറസൂലിലൂടെ നമുക്ക് വെളിച്ചമായി ഈ ഗ്രന്ഥം ഈ ലോകത്തേക്ക് അല്ലാഹു ഇറക്കി തന്നിരിക്കുന്നുവെങ്കിൽ ഇത് പഠിച്ചേ പറ്റൂ. അതില് നിർബന്ധ ബുദ്ധി. ഏറ്റവും ഉത്തമനാരാ? ഖുർആൻ പഠിക്കുന്നവനാണ് അല്ലേ? ആൾ ഉഷാറാണെന്ന് ഒരാളെ പറ്റി പറയുന്നത് എന്താ? ഖുർആനിൽ കഴിവ് തെളിയിച്ചോന ഉഷാറാണ്. അത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എങ്ങനെയുണ്ടാ കുട്ടി? ഉഷാറാണല്ലോ. ഓനെങ്ങനെ നല്ല ബിസിനസ്മാനാണ്, നല്ല കണ്ണിങ് ആണല്ലോ, അദ്ദേഹം ഭയങ്കര സൂത്രശാലിയാണല്ലോ. പല ആളുകളെ പറ്റി അങ്ങനത്തെ ചില കമാൻഡുകൾ പറയാറുണ്ടല്ലേ? എന്നാ ശ്രദ്ധിച്ചോ, മഹാനായ റസൂലുള്ളാഹിന്റെ ഭാഷയിൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന പടച്ചറബ് നമുക്ക് വിളിച്ച് നമുക്ക് വഴി നമുക്കെല്ലാം ജീവിതത്തിൽ കാണിച്ചു തരാൻ നിയോഗിച്ച റസൂലുള്ള പറയാണ്, ഏറ്റവും ഉത്തമനാരാ? ഖുർആൻ പഠിക്കുന്നവനാണ്. നല്ല ബെൻസിൽ സഞ്ചരിക്കുന്നവനാണെന്നല്ല പറഞ്ഞത്, വലിയ കൊട്ടാര സമാനമായ വീട്ടിൽ കഴിച്ചുകൂട്ടുന്നവനെന്നല്ല പറഞ്ഞത്, നല്ല ഡ്രസ് അണിയുന്നവനാണ് ഉത്തമൻ എന്നല്ല പറഞ്ഞത്, കാണാൻ സൗന്ദര്യമുള്ളവൻ ഉത്തമൻ എന്നല്ല പറഞ്ഞത്. ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും രണ്ടിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പാത്തിച്ചോളിന്റെ കുട്ടികൾ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. മറ്റൊരു റസൂലുള്ള പറയാണ്,
ഖുർആനിൽ കഴിവ് തെളിയിച്ചവൻ പരലോകത്തെവിടെ? വലിയ ദർജയിലാണ്. അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ അൽ മാഹിർ, കഴിവ് തെളിയിച്ചവൻ. ഞാൻ പറയട്ടെ, കഴിവ് തെളിയിക്കേണ്ട ഫീൽഡ് ഖുർആനാണ് അല്ലേ? ഖുർആൻ പഠിക്കുക, ഖുർആൻ കാണാൻ പഠിക്കുക, ഖുർആൻ ഹിഫ്ളാക്കുക, അതിന്റെ അർത്ഥം പഠിക്കുക. അതൊരു വല്ലാത്തൊരു മധുരമായി. അൽ മാഹിറു ബിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ, അവരാരുടെ കൂടെയാണ്? ഉത്കൃഷ്ടരായ മലക്കുകളുടെ കൂടെയാണ് നാളെ പരലോകത്ത്. അൽഹംദുലില്ലാഹ്, ഇതൊരു വലിയ ഭാഗ്യമാണ് മക്കളെ. ഈ പ്രായത്തിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് കുറേ ഖുർആൻ ക്ലാസ്സുകളുണ്ട്. അവിടേക്കുള്ള ചില പഠിതാക്കളുടെ ആഗ്രഹം എന്താണെന്നോ, മരിക്കണീൻ്റെ മുമ്പ് അവസാനിച്ച് കിട്ടുമോ എന്നുള്ള പേടിയും പ്രാർത്ഥനയാണ്. ഞാൻ സ്ത്രീകളെ ക്ലാസ്സിന് 2 ദിവസം അവിടെ വന്നിട്ടില്ല, അത്യാവശ്യ കാരണങ്ങളാണ്. എത്ര ആളാ മെസ്സേജ് വിടണമെന്നോ, നിങ്ങളിങ്ങനെ നടന്നോളി, ഞങ്ങൾക്ക് മരിക്കണീന് മുമ്പ് തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരുന്നത്. എന്താ അത്യാവശ്യമായ ചില വിഷയങ്ങൾക്ക് മാത്രമേ ഞാൻ ലീവ് എടുക്കാറുള്ളൂ. ആളുകൾക്ക് സഹിക്കാൻ പറ്റണില്ല. കാരണം എന്താ, ഇപ്പം നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ സമൂഹത്തിൻ്റെ വിഷമകരമായ അവസ്ഥ എന്താണെന്നോ, ഏകദേശമൊക്കെ ഇങ്ങനെ വണ്ടി കുറേയാണ് പോയതിന് ശേഷമാണ് ആ ദീനിൻ്റെ കൃത്യമായ റൂട്ടിലേക്ക് മനുഷ്യന്മാർ വരുന്നത്. അവിടേക്ക് വയസ്സായിരിക്കും, ക്ഷീണമായിരിക്കും, ഓർമ്മക്കുറവുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പം ഈ ഇരിക്കരുതാണ് ഭയങ്കര നല്ല സമയമാണ് നിങ്ങളത്. ഈ പരിശുദ്ധ ഖുർആൻ, നിങ്ങൾ എന്ത് വിഷയം പഠിക്കുന്നതിനേക്കാളും നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഖുർആനെ പറ്റിയാണ്. അതിൽ എല്ലാ വിഷയത്തെപ്പറ്റി പരാമർശമുണ്ട് മക്കളെ. ഇന്ന് ലോകത്ത് യൂണിവേഴ്സിറ്റികളിൽ ഏതൊക്കെ വിഷയങ്ങൾ PhD ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ വിഷയങ്ങളായി പഠന വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ആ സകല വിഷയങ്ങളെപ്പറ്റിയും പഠിക്കുന്ന വാതിൽ തുറന്നു വെച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ഭൂമിശാസ്ത്രം ഖുർആനില്ലേ, ഗോളശാസ്ത്രം ഖുർആനില്ലേ, ജീവശാസ്ത്രം ഖുർആനില്ലേ, സമുദ്രശാസ്ത്രം ഖുർആനില്ലേ, സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റിയുള്ള ഒരു ഡോക്ടർ 6-7 കൊല്ലം പഠിക്കുന്ന സകല വിഷയങ്ങൾ ഈ ഖുർആനിലുണ്ട്. ഞാൻ പറഞ്ഞെന്താന്നോ, അതാണ് ഈ മഹൽഗം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ച് ഈ ഗ്രന്ഥം കൊണ്ടാണ്. നബിയുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഭൗതികമായ വല്ല ഓഫറുകൾ നൽകിയിട്ടാണോ പ്രവാചകൻ ഈ ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ചത്? പറയൂ, അല്ല. അള്ളാഹുവിന്റെ റസൂൽ അവരെ പരിവർത്തിപ്പിച്ച റൂട്ട് സൂറത്ത് ജുമഅയിൽ ഒരു ആയത്തുണ്ട്, നോദിക്കാൻ നിങ്ങൾ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ലേ, അള്ളാഹുവിന്റെ റസൂൽ കടന്നു വന്ന സമൂഹത്തെ പറ്റി കൃത്യമായി ഖുർആൻ പറയാൻ. ഹുവ അല്ലാഹു അല്ലദീ, എങ്ങനത്തെവനാ റബ്ബ്? നിരക്ഷരരിലേക്ക് പ്രവാചകൻ അള്ളാഹു നിയോഗിച്ചയച്ചു, അക്ഷരജ്ഞാനമില്ലാത്തൊരു സമൂഹത്തിലേക്ക്. എന്നിട്ട് റസൂൽ എന്തേ കാണിച്ചേ? യത്ലു അലൈഹിം ആയാതി, ആകാശ ലോകത്തിന് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ വഴി കിട്ടണ പോലെ മനസ്സിക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തു, ആയത്തൻ ഓതിക്കേൽപ്പിച്ചു കൊടുത്തു. ഓലെ മനസ്സാണ് മാറുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, മഹാനായ പ്രവാചകന്റെ മേനി സഫാ മുകളിൽ കയറിയിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞ റസൂലുള്ളാഹ്? ഈ മലക്കപ്പുറം നിങ്ങൾ ആക്രമിക്കാൻ വലിയൊരു സൈന്യം സജ്ജമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കോ? ഓലെന്താ പറഞ്ഞത്? ഞങ്ങൾ വിശ്വസിക്കും. താങ്കൾ നല്ലൊരു വാപ്പാന്റെ മോനാണ്, സത്യസന്ധനാണ്, ഇതുവരെ താങ്കൾ ഞങ്ങൾക്ക് നുണയൊന്നും പരിചിതമില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു. അപ്പൊ റസൂലുള്ള തൗഹീദുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും പരലോകവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും പറഞ്ഞു. അപ്പൊ എന്തേ പ്രതികരണം ഉണ്ടായത്? തബ്ബൻ ലക്ക്, അല്ലേ? ഓൽക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, നബിനെ എതിർക്കാൻ തുടങ്ങി, വിഷമിപ്പിക്കാൻ തുടങ്ങി. 13 കൊല്ലത്തെ മക്ക ജീവിതകാലം ദുരിതപൂർണമാണ്, വിഷമങ്ങൾ മാത്രമാണ് പ്രവാചകൻ സമ്മാനിച്ചത്. പക്ഷേ പ്രവാചകൻ ഒട്ടും പറകോട്ട് മാറിയില്ല. പൂർവോപരി ശക്തിയോടുകൂടി ഓരോരോ ദിവസം റസൂൽ ഓരോരടി മുന്നോട്ട് വെച്ചു. തൗഹീദ് പറഞ്ഞപ്പോൾ പരിഹസിച്ചവർ, പരലോകം പറഞ്ഞപ്പോൾ പുച്ഛമായി കണ്ടവർ, ഉയർത്തെഴുന്നേൽപ്പിന്റെ വിഷയങ്ങളെ പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചവർ, അല്ലാഹുവിന്റെ റസൂൽ പരലോകം ഉണ്ടാവും, മരണത്തിന് ശേഷം കൂട്ടിയെ ജീവിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു പൊട്ടിച്ചിരിച്ച് പറഞ്ഞ വാക്കെന്താ? ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദുൻ ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. എന്ത് പരലോകം മുഹമ്മദേ? ജനിച്ച് മരിച്ചു പോകുക എന്നല്ലാതെ മണ്ണോടനെ ചേർന്ന് പോയാൽ പിന്നീട് തിരിച്ചു വരെ. എന്ത് പൊട്ടപ്പോയത്താണ് മുഹമ്മദേ നീ ഞങ്ങളോട് പറയുന്നത്? ഹയാത്തുൻ സുമ്മ ബൗത്തുൻ സുമ്മ ബഅസുൻ ഹദീസു ഖുറാഫാത്ത്. അറേബ്യൻ സമൂഹം റസൂലുള്ളാഹിന്റെ പറഞ്ഞാണ്,
ഹയാത്ത് ജീവിതം, സുമ്മ മൗത്ത് പിന്നെ മരണം, സുമ്മ ബാസ് പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്. അതൊക്കെ അന്ധവിശ്വാസ മുഹമ്മദ്. അവൻ നടക്കാൻ പോണില്ലാന്ന്. പക്ഷേ ശ്രദ്ധിച്ചോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരലോകം ശരിയല്ലെന്ന് പറഞ്ഞവർ പരലോകം പറഞ്ഞപ്പോ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചതാണ് സൂറത്ത് നബ അല്ലേ. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അല്ലദീ ഹും ഫീഹി. അമ്മ യതസാഅലൂൻ എന്ന് പറഞ്ഞാൽ തസാലാണെന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താൻ പരലോക ഉയർത്തെഴുന്നേൽപ്പോ സംഭവിക്കുമെന്ന് മുഹമ്മദ് പറയേ. പരിഹാസ്യതയോടുകൂടി സംസാരിച്ചപ്പോൾ ഖുർആൻ തന്നെ ഇറങ്ങാണ്. ഇവരെ വളരെ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ അള്ളാഹിന്റെ ഖുർആനിലേക്ക് ഇറങ്ങിപ്പോയപ്പോ സീപ്പിനെ വിളിച്ച അൽഹംദുലില്ലാഹി അല്ലദീ ഹയ്യാനാ ജലീകോ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ. നമ്മളെ സ്റ്റുഡൻ്റാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ കൗമ് നന്നായി നിങ്ങൾ നോക്ക്. പരിശുദ്ധ ഖുർആൻ ആയത്തിന് ഓതിക്കേൾപ്പിച്ചപ്പോ ഓല മനസ്സ് മാറി. അവർ ചിന്തിച്ചു, ദൈവത്തെ അവർ കണ്ടെത്തി, പരലോകത്തെ അവർക്ക് ബോധ്യപ്പെട്ടു. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിഅത് വഇല ജിബാലി കൈഫ നുസിബത്. അവിടെ അഫലാ യൻദുറൂന എന്ന് പറഞ്ഞാൽ വെറുതെ നോക്കല്ല, ചിന്തിച്ചു നോക്കാനാണ്. അവലം യറല്ലദീന കഫറു, ചിന്തിച്ചു നോക്കാനാണ്. അങ്ങനത്തെ ഖുർആനിക വചനങ്ങൾ അവിടെ ഹൃദയത്തിൽ അള്ളാഹിനെ പറ്റി ബോധമുണ്ടാക്കി. ഒരു തൗഹീദിന്റെ കൃത്യതയിലേക്ക് വരാ ചെയ്ത്. തൗഹീദിന് വേണ്ടി യുദ്ധക്കളത്തിൽ മരിക്കുന്നിടത്തേക്ക് എത്തിയില്ലേ. പരലോകവും തൗഹീദും പറഞ്ഞ പരിഹസിച്ച നബിനെ കളിയാക്കിയിരുന്ന മനുഷ്യരും തൗഹീദിനു വേണ്ടി അടർക്കളത്തിൽ മരിക്കാൻ മനസ്സുവെച്ചു. ബദൽ മരിക്കാൻ പറ്റാത്ത ആളുകൾ നബിയോട് സങ്കടം ബോധിപ്പിച്ചുല്ലേ. തുണക്കാരൊക്കെ മരിച്ചുപോയല്ലോ നബിയെ, തുണക്കാരൊക്കെ മരിച്ചുപോയി, ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ലല്ലോ എന്ന് പറയാൻ മാത്രം ഈമാനികമായ ദർജയിലേക്ക് ഒലുത്താണ്. എന്തേ? ഈ ഖുർആൻ കൊണ്ടാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. പ്രബോധകരായി പ്രബോധന വഴിയിൽ ഇറങ്ങിത്തിരിക്കേണ്ട ചുറുചുറുക്കുള്ളൻ്റെ മക്കളെ, നിങ്ങൾ ഈ ഖുർആനാകുന്ന ആയുധം കയ്യിലെടുത്ത് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങണം. പ്രസംഗങ്ങളിൽ ഖുർആനിക വചനങ്ങൾ ഇങ്ങനെ ഒഴുകി വരണം. സുന്നി മുസ്ലിംമാരും ടീമൊക്കെ 8-10 മണിക്കൂറൊക്കെ സംസാരിക്കും. പക്ഷേ ആയത്തുകൾ അവിടെ സംസാരങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. ഇപ്പം ഹാഫിലിങ്ങളായി കുറച്ച് പ്രസംഗരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓലൊക്കെ പലപ്പോഴും ആയത്തോതും. അല്ലാത്തവരുടെ എരിയും പുളിയൊക്കെ വെച്ചിട്ടുള്ള ചില സംസാരങ്ങളായിരിക്കും. തൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഖുർആന് മനുഷ്യന്റെ മനസ്സിനെ വശീകരിക്കാനൊരു വശ്യശക്തിയുണ്ട്. ഖുർആൻ മനസ്സിനെ മാറ്റും. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ ഖുർആൻ ഇങ്ങനെ ഓതിക്കേൽപ്പിച്ചപ്പോൾ സത്യനിഷേധികൾ പറഞ്ഞു, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. ഖുർആൻ കേട്ടു പോകരുത്. അവിടെ ഒച്ചിമുളി ഉണ്ടാക്കണം, അവിടെ കൂക്കിവിളി നടത്തണം, അവിടെ സ്റ്റേജ് കയ്യേറണം. വല്ല ഗൗഫി, എങ്കിലേ എങ്ങനെ ജയിക്കുള്ളൂന്ന്. അല്ലെങ്കിൽ ഖുർആൻ കേൾക്കണവർ നന്നാവും. ഇന്ന് നമ്മുടെ നാട്ടിൽ അതിൻ്റെ കൃത്യമായ അവസ്ഥകളുണ്ടല്ലോ. വഴല് വേദികൾ, പ്രബോധന വേദികളെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഇന്നും ഇതിൻ്റെ തനിയാവർത്തന ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് ചുരുക്കി പറയാനുള്ളത്, ഈ ഖുർആൻ നമ്മൾ പഠിക്കണം. അള്ളാഹിന്റെ റസൂൽ തൻ്റെ ഉമ്മത്തിനെ എങ്ങനെ പരിവർത്തിപ്പിച്ചു? ഖുർആനാണ് അവർ സ്വീകരിച്ച വഴി, വേറൊന്നുമല്ല. നബിക്ക് ഇറക്കി കിട്ടുന്ന ഖുർആൻ ഓലെ മനസ്സിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഓലെ ജീവിതം മാറി, ഓല് തൗഹീദുള്ളവരായി. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. ലോകത്ത് കടന്നു വന്ന ജനപദത്തിൽ ഏറ്റവും നല്ല ജനപദമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിവർത്തിപ്പിച്ച സമൂഹമായി മാറിയെങ്കിൽ ഈ ഖുർആനാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ വിഷമം എന്താണ്? ഈ ഖുർആൻ പഠിക്കാത്തവരുടെ കാര്യത്തിൽ. ശ്രദ്ധിച്ചോളൂ. നമ്മളെ ഖുർആൻ പഠനം എന്നതാണ് നമ്മുടെ വിഷയം. അള്ളാഹിന്റെ റസൂൽ നമ്മെ ഒട്ടും ഇഷ്ടപ്പെടൂല ഖുർആൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ. നരകത്തിൽ പോകുന്ന ജനകോടികളെ നോക്കിക്കൊണ്ട് നബി വേദനിക്കാണ്. കാരണം ഒരു ഉമ്മത്തിന് തിന്മകളിൽ മുങ്ങിക്കുളിച്ചൊരു ജനസഞ്ചയത്തെ വിശ്വാസത്തിന്റെ കൃത്യമായ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നിർവൃതിയോടെയാണ് യാത്രയായത്. സന്തോഷത്തോടെ, നല്ലൊരു റാഹത്തോടെയാണ് പ്രവാചകൻ മരിച്ചത്. പക്ഷേ നാളെ പരലോകത്ത് തൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ കുറെ നരകത്തിലേക്ക് മാറ്റപ്പെടുന്നത് കാണുമ്പോൾ മഹാനായ പ്രവാചകൻ അവിടെ വെച്ച് പറയുന്ന ഒരായത്ത് സൂറത്ത് ഫുർഖാനിൻ്റെതാ, വഖാല റസൂൽ യാ റബ്ബ് ഇന്ന ഹാദൽ ഖുർആന ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. നമ്മളെ ചൂണ്ടിക്കാണിച്ച് നാളെ പരലോകത്ത് നമ്മൾ നരകത്തിലേക്ക് പോകുമ്പോൾ നമ്മെ ചൂണ്ടിക്കാണിച്ച് ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ അവഗണിച്ചത് കൊണ്ടാണ് ഈ നരകത്തിലേക്ക് ആ സഹോദരങ്ങൾ പോയതെന്ന് പറയാൻ
മക്കളെ, നമ്മളെ ചൂണ്ടിക്കാണിക്കാൻ ഇടം നൽകരുത്. നമ്മൾ ഖുർആൻ പഠിച്ച് അതിൻ്റെ വെളിച്ചം ജീവിതത്തിൻ്റെ വെളിച്ചമായി മാറിയാൽ എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് മക്കളെ, അള്ളാഹിൻ്റെ റസൂൽ ഒരു ഉമ്മത്തിനെ പരിവർത്തിച്ചു. ഖുർആൻ ആയത്ത് ഇങ്ങനെ ഓതുന്നു കേൾക്കുമ്പോൾ കരയാണ്, ഈമാൻ കൂടാണ്. പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ വിശ്വാസികൾ ഖുർആൻ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഈജാൽ കൽബ് എങ്ങനെ ഉണ്ടാവും. ഈമാൻ അങ്ങനെ കൂടും. അതുകൊണ്ടാണല്ലോ സഹാബത്ത് ഓരോരോ ആയത്തിറങ്ങുമ്പോൾ നബിൻ്റെ അടുത്ത് ഇങ്ങനെ വിഷമത്തോടെ വരികയാണ്. കാരണം ഓലെ ജീവിതത്തിൽ വല്ലാതെ വേദനയാണ്. നരകത്തെ പറ്റിയുള്ള ആയത്തുകൾ ഓലെ വേദനിപ്പിക്കുന്നു, സ്വർഗത്തെ പറ്റിയുള്ള വചനങ്ങൾ ഓൽക്ക് നന്മകൾ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നു. ഇല്ലേ എത്ര ആയത്തുകൾ ഖുർആനിൽ. പരിശുദ്ധ ഖുർആനിലെ തൗബ സൂറയിലെ വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, സമ്പത്ത് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്ന വിഷയത്തെ പറ്റിയുള്ള ആയത്ത് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് സഹാബത്ത് വരുന്നു. എന്തേ കാരണം? ഓലെ ജീവിതത്തിൽ സമ്പത്ത് ചെലവഴിക്കാതെ മരിച്ചു പോകുമ്പോൾ ഈ വിഷമകരമായ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുമോ എന്നവർ ഭയപ്പാടാണ്. വൈദാ സമീഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അയ്യുനുഹും തഫീദു മിനദ്ദമഇ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് ഖുർആന്റെ വചനങ്ങൾ ഇങ്ങനെ ഓതിക്കേൾക്കുമ്പോൾ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുമായിരുന്നു എന്ന്. റസൂലുള്ളാഹ് ക്ഷീണിതനായി മരണാസന്നമായ അവസ്ഥയിൽ രോഗിയായി കഴിയുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റാത്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഇമാം നിൽക്കാൻ ആവശ്യപ്പെട്ടു. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കെന്ന്, ഇപ്പാക്ക് ഉച്ചത്തിലോതി നിസ്കരിക്കാൻ പറ്റൂല, ബക്ക ആണെന്ന്. കരയ ഖുർആൻ ഓത്ത് കണ്ണുനീർ ചാലിട്ടൊഴുകി. പ്രിയപ്പെട്ട മക്കളെ, അതാണ് ഇസ്ലാം. ഈ മഹൽഗന്ധം ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. നിങ്ങൾ മാതൃകയുള്ള കുട്ടികളാകണം. നിങ്ങൾ വീട്ടിൽ പോകണം. ഓണത്തിന് ഈ ഒരു വെക്കേഷന് ചിലപ്പോൾ പൂട്ടുണ്ടാവൂലേ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നെങ്കിൽ അവിടെ നിങ്ങളൊരു വിളക്കാകണം. അത് നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള, നിങ്ങൾ അവിടുത്തെ പള്ളിയിൽ ഫസ്റ്റ് സഫിൽ കാണണം. 5 വക്തിനും അവിടെ പള്ളിയിൽ കാണണം. ദാറുൽ ഖുർആനിലാണ് ഈ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി വീട്ടിൽ പോയിട്ടൊന്ന് കടന്നുറങ്ങാന്ന് വിചാരിക്കരുത്. നിങ്ങളെ പള്ളി കാണണം. നിങ്ങളെ പള്ളി കാണുമ്പോൾ ഈ കുട്ടിയാരാ? ഇന്നാളെ മോന. എൻ്റെ അതേ പ്രായത്തിലുള്ള ബാക്കിയുള്ള കുട്ടികൾ സുബൈക്ക് പള്ളിക്കില്ല, ളുഹറിന് ജമാഅത്തില്ല, അസ്ർ ജമാഅത്തില്ല. അപ്പം ഇങ്ങനെ വിലയിരുത്തും, ആ കുട്ടി എവിടെ ഇപ്പോൾ പഠിക്കണ? ദാറുൽ ഖുർആനിലാണ്. എടത്തനാട്ടുകര ദാറുൽ ഖുർആൻ അറബിക് കോളേജിൽ പഠിക്കുന്ന മോന. അപ്പോൾ അപ്പ ഈ ചോദിച്ചപ്പാക്ക് തീരുമാനാവും, എൻ്റെ കുട്ടിനെ അടുത്ത കൊല്ലം ഞാൻ അവിടെ അവിടെ വിടും. നിങ്ങളിലൂടെയാണ് ഈ ദാറുൽ ഖുർആൻ പേരും പ്രശസ്തണ്ടാണ്ടത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അത്രമാത്രം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മക്കളെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഈ ഗ്രന്ഥമാണ് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കേണ്ടത്. ഒരായത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ കുറേ ആയത്തുകളൊക്കെ നോട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഒന്നും നോക്കാതെ എൻ്റെ മനസ്സിലുള്ള പറയുകയാണെങ്കിൽ കുറേ പറയണ്ടാവും. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിസിക്രില്ലാഹ്. അല്ലാഹ് ചോദിക്കാണ്, സമയമായില്ലേ അള്ളാഹിനെ പറ്റി ഓർത്തോർത്ത് കരയാൻ, പരലോകത്തെ പറ്റി ഓർത്തോർത്ത് ഇടറാൻ, പോയി കിടക്കാനുള്ള ഖബറിനെ പറ്റി ആലോചിച്ചുകൊണ്ട് വേദനിക്കാൻ സമയമായില്ലേ? അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിസിക്രില്ലാഹ്. അള്ളാഹുവിനെ പറ്റി ഓർത്തുകൊണ്ട് വേദനിക്കുന്ന മനസ്സിന്റെ ഉടമകളാകാൻ നിങ്ങൾക്ക് സമയമായില്ലേ? എന്നിട്ട് അല്ലാഹ് പറയാവോ, മാ നസല മിനൽ ഹഖ്, ഹഖായ ഒരു ഗ്രന്ഥം നിങ്ങളുടെ കൈകളിലുണ്ട്. ഇങ്ങനത്തെ ഒരു മഹനീയ ഗ്രന്ഥം, അമൂല്യ ഗ്രന്ഥം, ഇഹപര സൗഭാഗ്യം നമുക്ക് ലഭിക്കുന്നൊരു മഹൽ ഗ്രന്ഥം നിങ്ങൾക്ക് ലഭിച്ചിട്ട് അതുകൊണ്ട് ഹൃദയം വറകൊള്ളുന്നവരായി മാറാൻ നിങ്ങൾക്ക് സമയമായില്ലേ? മുൻ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും സമയമായില്ലേ? ഓല അവസ്ഥ എന്താ? ഓല പോലെ ആകാതിരിക്കാൻ സമയമായില്ലേ? പ്രിയപ്പെട്ട മക്കളെ, ഈ ആയത്ത് കൊണ്ട് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായ ഒരു സഹാബിയുണ്ട്, ഫുളൈൽ ബിൻ ഗിയാദ്. തിന്മയുടെ വഴിയിൽ ഇറങ്ങിത്തിരിച്ച മനുഷ്യനെ ഞെട്ടിത്തിരിപ്പിച്ചു ഈ ആയത്ത്. ഹറാമ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഖുർആൻ എന്നോടാണല്ലോ പറയണത്, ചങ്ങാതി ഇനിയും തിന്മ ചെയ്യാൻ, വീടാന്തരം കയറി ഇറങ്ങി നിർത്താൻ നിനക്ക് സമയമായില്ലേ? അതാണ് ഖുർആൻ. ഓരോരുത്തർക്കും തോന്നുന്നു എന്നോടാണ് സംസാരിക്കുന്നത്.
ആണ് ഖുർആന്റെ ഒരു പ്രത്യേകത. ഓരോരുത്തർക്കും തോന്നും സ്വന്തത്തോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. അതാണ് ആ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായത്. പ്രിയപ്പെട്ട മക്കളെ, മഹാനായ പ്രവാചകൻ ഒരു ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ച് ഈ മഹൽ ഗ്രന്ഥം കൊണ്ടാണ്. അവിടെ മനസ്സിനെ പരിവർത്തിപ്പിച്ച് ഈ ഗ്രന്ഥമാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹിന്റെ അനുഗ്രഹത്താൽ ധാരാളം ഈ വിഷയവുമായി കേൾക്കാൻ അവസരം ലഭിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ഇത് വലിയൊരു വിശാലമായൊരു വിഷയമാണ്. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ ഖുർആന്റെ വെള്ളി വെളിച്ചം ബല്ലിഹു അന്നി വലൗ ബിആയ, ഇനി അമ്പിയാക്കൾ വരാനില്ലാത്ത ഈ സാഹചര്യത്തിൽ ഒരായത്താണ് നിങ്ങൾക്കറിയുമെങ്കിൽ അത് മറ്റുള്ളവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഈ സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന വഴിയിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങണം. നിങ്ങളൊക്കെ നമ്മളെ സ്റ്റുഡൻസിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾ പ്രവർത്തന വഴിയിലുണ്ടാകണം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സാധാ സ്കൂൾ +2 പോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഡിഗ്രിക്ക് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും. മനസ്സിലായല്ലോ? നിങ്ങൾക്കും +2 എഴുതാം. മനസ്സിലായല്ലോ? നിങ്ങൾക്കും ഡിഗ്രി എഴുതാം, നിങ്ങൾക്കും PG എഴുതാം, നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്താം. നിങ്ങൾക്ക് ജോലി കിട്ടും. മറ്റു ഫീൽഡിൽ പഠിക്കുന്നവരെക്കാളും ജോലി നിങ്ങൾക്കുണ്ട്. നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാൻ പറ്റും, അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റും, ഐശ്വര്യത്തോടെ ജീവിക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് മാതാപിതാ കൺകുളിർമയുള്ള മക്കളാക്കി വളരാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് മക്കളെ, തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹിന്റെ ഖുർആൻ പഠിക്കൽ നിർബന്ധമാണ്. ദിവസവും ഖുർആൻ എടുത്ത് ഓതണം. ദിവസവും ഒരു 5 ആയത്തെങ്കിലും കാണാതെ പഠിക്കണം. ആവർത്തിച്ചെല്ലണം. ഹദീസുകൾ കാണാതെ പഠിക്കണം. വിഷയങ്ങൾ പഠിക്കണം. അല്ലേ? നിങ്ങളിവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണ് ഭൂരിഭാഗം മക്കൾ. ഈ സമയം നിങ്ങൾ മുതലാക്കണം. ഇപ്പം എനിക്കറിയാം, ഞാനൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ ഖുർആൻ പാരത്രിക മോക്ഷം ലഭിക്കണമെന്ന ആത്മാർത്ഥമായ ഉദ്ദേശത്തോടു കൂടി കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, മനസ്സിരുത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആനിൽ കഴിവ് തെളിയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ കൂട്ടത്തിൽ ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ ഒത്തുചേർന്ന ഈ അറബിക്കോളിലെ മക്കളെ നിങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.